കോട്ടയം ജില്ലയിൽ തെരുവുനായ്ക്കളുടെ വന്ധ്യംകരണം നിലച്ചു. ഇതോടെ തെരുവുനായയുടെ ആക്രമണം വർദ്ധിച്ചു. റോഡരികിൽ കൂട്ടം കൂടി കിടക്കുന്ന നായ്ക്കൾ കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കുമാണ് കൂടുതൽ ശല്യമാകുന്നത്. കോട്ടയം നഗരത്തിലെ TB റോഡ്, കൊടിമത, MG റോഡ് എന്നിവിടങ്ങളിലാണ് നായശല്യം അതിരൂക്ഷമായിരിക്കുന്നത്. പകൽച്ചൂടിൽ എവിടെയെങ്കിലും തണലിൽ ഒതുങ്ങിക്കൂടുന്ന നായ്ക്കൾ രാത്രിയിൽ കൂട്ടം ചേർന്ന് ആളുകളെ ആക്രമിക്കുന്നു. കോട്ടയം MG റോഡിൽ ഇരുചക്ര വാഹന യാത്രക്കാരാണ് പലപ്പോഴും നായ്ക്കളുടെ ആക്രമണത്തിന് ഇരയാകുന്നത്. കോടിമത MG റോഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ലോറികൾക്കടിയിലാണ് ഇവയുടെ താവളം. കോടിമതയിൽ വ്യാപാരിയെ തെരുവുനായ ആക്രമിച്ചു. ഈ വ്യാപാരം ചെയ്യുന്ന ഈ പ്രദേശത്ത് ഈ തെരുവ് നായ്ക്കളുടെ ശല്യവും അതോടൊപ്പം ഈ വീടുകളിൽ വളർത്തുന്ന നായ്ക്കളെയും അവരുടെ അതിൻ്റെ പ്രായമാകുമ്പോഴോ രോഗം വീഴുമ്പോഴോ ഇവിടെ തള്ളുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട്. അന്നേരം അതിനെ ഗവൺമെൻറ് ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഏതെങ്കിലും രീതിയിൽ അതിനെ തടയാനുള്ള ഏർപ്പാട് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ വഴിയിൽ ടോറസ് കിടക്കുന്ന ടോറസിൻ്റെ അടിയിൽ ഇത് വന്ന് തണൽ അണച്ചു വന്ന് നിൽക്കുക. കൂടുതൽ ABC സെന്ററുകൾ ആരംഭിക്കുമെന്നാണ് ജില്ലാ പഞ്ചായത്തിന്റെ പ്രഖ്യാപനം. അതേസമയം തെരുവുനായ്ക്കളുടെ പ്രജനനം നിയന്ത്രിക്കുന്ന കോടിമതയിലെ ABCയുടെ പ്രവർത്തനം മാർച്ച് 31 അവസാനിച്ചു. പദ്ധതി സാധുതാ നിർണയത്തിനുള്ള സോഫ്റ്റ്വെയർ തകരാറിലായത് കാരണം കോട്ടയത്തെ ABC സെന്ററിന്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ ഇനിയും വൈകും. അതേസമയം വാഴൂർ, കടനാട്, തലയോലപ്പറമ്പ്, വാകത്താനം എന്നിവിടങ്ങളിൽ അടിയന്തരമായി ABC സെന്ററുകൾ തുടങ്ങാനുള്ള നടപടികൾ ജില്ലാ പഞ്ചായത്ത് അധികൃതർ ആരംഭിച്ചു. മുൻപ് പ്രവർത്തനം നടത്തി വന്നിരുന്ന വാഴൂർ, കടനാട് എന്നിവിടങ്ങളിലെ ABC സെന്ററുകൾ പുനരാരംഭിക്കാനാണ് ആദ്യ ശ്രമം. ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങളിലെ അതത് മേഖലകളിലെ എഞ്ചിനീയർമാർ ഇവിടങ്ങൾ സന്ദർശിച്ചു. തലയോലപ്പറമ്പ്, വാകത്താനം എന്നിവിടങ്ങളിലും ABC സെന്ററുകൾ വൈകാതെ തുടങ്ങാൻ പദ്ധതിയുണ്ട്. മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഇവിടങ്ങളിൽ കേന്ദ്രങ്ങൾ തുടങ്ങുക. ന്യൂസ് ബ്യൂറോ, കോട്ടയം.